Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ടി വി പ്രോഗ്രാം ഏതായിരിക്കും? അതേ പ്രോഗ്രാം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന OTT പ്രോഗ്രാമും. മഹാനടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പറഞ്ഞ ഒരു വാചകമാണത്. സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഞാൻ ബിഗ് ബോസ് കാണാറില്ല, അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് മോശം പറയുന്ന ആളുകളാണ് കൂടുതൽ. എന്നിട്ടും എങ്ങനെയാണ് ഇത്രത്തോളം റേറ്റിംഗ് ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നത്? അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ സൈക്കോളജിയുമായി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അത്രയും സ്റ്റഡിയും റിസർച്ചും ആ ഒരു പ്രോഗ്രാമിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. ബിഗ് ബോസിന് കാരണമായ പല പരീക്ഷണങ്ങളും ഇന്നും ഹ്യൂമൻ സൈക്കോളജിയിൽ പഠന വിഷയങ്ങളായ സൈക്കോളജിക് എക്സ്പെരിമെന്റ്സ് തന്നെയാണ്. ചിലപ്പോൾ പ്രേക്ഷകരായ നമ്മളും പരീക്ഷിക്കപ്പെടുന്നുണ്ടായിരിക്കാം. ബിഗ് ബോസ് കാണുന്നവർ ജാഗ്രത, കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. പലരും കരുതുന്നത് പോലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഒരു മോശം ഷോയല്ല. അതിന് പിന്നിൽ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് സ്റ്റഡികളും നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്ന ഒരു വിഷയം, ബിഗ് ബോസ് റിയാലിറ്റി ഷോ പലപ്പോഴും നമ്മൾ കാണുന്നത് കുടുംബസമേതമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഭാഷയായാലും വസ്ത്രധാരണമായാലും ശരി, അത് നമ്മുടെ കുടുംബത്തെയും സംസ്കാരത്തെയും ബാധിക്കുന്നു എന്ന ഭയമായിരിക്കാം ബിഗ് ബോസിനെ ഒരു മോശം ഷോയായി പലരും കരുതുന്നതിന് കാരണം. പക്ഷെ അതിലും ഭീകരമായ പലതും സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നു എന്നത് സൗകര്യപൂർവ്വം നമ്മൾ മറക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒരു ചെറിയ വിഷയമല്ല എന്ന് പറയാനുള്ള കാരണം അതിന് പിന്നിൽ നടന്ന പരീക്ഷണങ്ങളും പഠനങ്ങളും തന്നെയാണ്. ബിഗ് ബോസിന്റെ, അല്ലെങ്കിൽ ബിഗ് ബോസിനും തുടക്കത്തിലുണ്ടായിരുന്ന ബിഗ് ബ്രദറിന്റെ കാരണമായ ചില പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ബിഗ് ബ്രദർ? അങ്ങനെ ഒരു പേരിന്റെ കാരണം എന്താണ്? എല്ലാത്തിനും സാക്ഷിയായ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നാണോ? അതോ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് പോലെ ബിഗ് ബോസ് എല്ലാത്തിനും സാക്ഷിയായ മുതലാളി എന്നാണോ? ബിഗ് ബ്രദർ എന്ന പേരിന്റെ തുടക്കം ലോകപ്രശസ്തമായ ഒരു നോവലിലൂടെയാണ്. അതെ, ബിഗ് ബ്രദർ എന്ന TV റിയാലിറ്റി ഷോയ്ക്ക് കാരണമായത് 1984 എന്ന ജോർജ് ഓർവെലിന്റെ 1949 പബ്ലിഷ് ചെയ്യപ്പെട്ട നോവലാണ്. 1984 എന്ന നോവൽ പറയുന്നത് ഒരു ഡിസ്റ്റോപ്പിയൻ കോൺസെപ്റ്റ് ആണ്. ഭാവിയിൽ ലോകം 3ആയി തരംതിരിക്കപ്പെടുന്നു: ഓഷ്യാനിയ, യുറേഷ്യ, ഈസ്റ്റ് ഏഷ്യ എന്നിങ്ങനെ. അതിൽ ഓഷ്യാനിയയുടെ നേതാവിനെയാണ് ബിഗ് ബ്രദർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഓഷ്യാനിയയിലെ ഭരണകക്ഷിയായിരുന്നു ഇങ്സോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണ് ബിഗ് ബ്രദർ എന്ന് അഭിസംബോധന ചെയ്തിരുന്നത്. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്നായിരുന്നു ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം. അതിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത് അവരുടെ സ്വകാര്യതയ്ക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു. നോവലിൽ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ ഒരു മുദ്രാവാക്യം ഓഷ്യാനിയ എന്ന രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പല മിനി സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്ന്. ബിഗ് ബ്രദർ ഗവൺമെന്റ് എന്നത് അധികാര ദുർവിനിയോഗത്തിന്റെ പ്രതീകമായാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഈ ബിഗ് ബ്രദർ എന്ന് പറയുന്ന പേര് ഓർവെലിന് ലഭിച്ചത് 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു പരസ്യ ബോർഡിൽ നിന്നുമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. JM ബെന്നറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബെന്നറ്റ്സ് എഡ്യൂക്കേഷണൽ കറസ്പോണ്ടൻസ് കോളേജിന്റെ പരസ്യവാചകത്തിലായിരുന്നത്രേ ആദ്യമായി ഇങ്ങനൊന്ന് അദ്ദേഹം കണ്ടത്. അന്ന് ആ ഒരു പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: ലെറ്റ് മീ ബി യുവർ ഫാദർ. എന്നാൽ ബെന്നറ്റിന്റെ മരണത്തോടെ കോളേജ് അദ്ദേഹത്തിന്റെ മകൻ ഏറ്റെടുത്തു. അതിനുശേഷം ആ പരസ്യവാചകം ഇങ്ങനെയായി മാറി: ലെറ്റ് മീ ബി യുവർ ബിഗ് ബ്രദർ. കാലങ്ങൾക്ക് ശേഷം 2000 ബിഗ് ബ്രദർ ലോഞ്ച് ചെയ്തതിന് ശേഷം എസ്റ്റേറ്റ് ഓഫ് ഓർവെൽ ബിഗ് ബ്രദറിന്റെ കമ്പനിയായ CBSനെതിരെ കേസ് കൊടുത്തിരുന്നു. അത് പിന്നീട് ഒത്തുതീർപ്പാവുകയും ചെയ്തു.
ബിഗ് ബ്രദർ എന്ന പേരിന് പിന്നിലും അതിൻ്റെ ആശയത്തിന് പിന്നിലുമുള്ള റിയാലിറ്റികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. എന്നാൽ ബിഗ് ബ്രദർ എന്ന റിയാലിറ്റി ഷോയ്ക്ക് പിന്നിൽ ചില സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പ്രധാനമായും 2 എക്സ്പെരിമെന്റ്സ് ആണ് ബിഗ് ബ്രദർ എന്ന റിയാലിറ്റി ഷോയ്ക്ക് പിന്നിലുള്ളത്. ഒന്ന് മെൽഗ്രാം എക്സ്പെരിമെന്റ്, 2 സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. മീറ്റ് മിസ്റ്റർ ഫിലിപ്പ് സിംബാഡോ. 1933 ജനിച്ചു, 2024 മരണപ്പെട്ടു. ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു റിയാലിറ്റി ഷോ താങ്കളുടെ ഒരു ചെറിയ പരീക്ഷണത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. ഇന്നും ഹ്യൂമൻ സൈക്കോളജിയിൽ പഠന വിഷയമായിട്ടുള്ള ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി സ്വന്തം പ്രണയം പോലും താങ്കൾ ത്യജിച്ചിട്ടുണ്ട് എന്നുള്ള കഥകളും കേട്ടിരിക്കുന്നു. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിന് മുമ്പേ അറിയേണ്ട മറ്റൊന്ന് കൂടിയുണ്ട്, മിൽഗ്രാം എക്സ്പെരിമെന്റ്. 1961 സ്റ്റാൻലി മിൽഗ്രാം എന്ന ചെറുപ്പക്കാരനായ ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി. 2ാം ലോക മഹായുദ്ധത്തിലെ നാസി ജർമ്മൻ പട്ടാളക്കാരിൽ സാധാരണക്കാർക്ക് പോലും എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പെരുമാറാൻ സാധിച്ചത് എന്ന്. അതേക്കുറിച്ച് അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചു. ചെന്നെത്തിയത് ഒരു ഉത്തരത്തിലേക്കാണ്. അതായത്, ക്രൂരന്മാരായ നേതാക്കൾ വിചാരിച്ചാൽ ഏതൊരു പട്ടാളക്കാരെയും ക്രൂരന്മാരാക്കാം എന്ന ഉത്തരത്തിലേക്ക്. എന്നാൽ ആ ഉത്തരത്തെ ഒരു സാധാരണ ഉത്തരമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനെ പരീക്ഷിച്ച് മനസ്സിലാക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം ഡിസൈൻ ചെയ്ത ആ പരീക്ഷണത്തെയാണ് പിന്നീട് മെൽഗ്രാം എക്സ്പെരിമെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഒരു പരീക്ഷണത്തിന് പ്രധാനമായും 3 പേരെയാണ് സ്റ്റാൻലി മിൽഗ്രാം തിരഞ്ഞെടുത്തത്. 1 ഒരു എക്സ്പെരിമെന്റർ, 2 ഒരു വോളണ്ടിയർ, 3 ഒരു വിക്ടിം. ഇതിൽ വോളണ്ടിയർ ആണ് പരീക്ഷിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 2 പേർ, എക്സ്പെരിമെന്ററും വിക്ടിമും, അഭിനേതാക്കളായിരിക്കും. എക്സ്പെരിമെന്റർ നൽകുന്ന ചോദ്യങ്ങൾ വോളണ്ടിയർ വിക്ടിമിന് നൽകണം. വിക്ടിം ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും പറയണം. ഉത്തരം തെറ്റാണ് എങ്കിൽ വോളണ്ടിയർ തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ വിക്ടിമിന് ഷോക്ക് അടിക്കും. അതും 15 വോൾട്ട് മുതൽ 450 വോൾട്ട് വരെ. എക്സ്പെരിമെന്റർക്ക് വോളണ്ടിയറിനെ കാണാം, പക്ഷേ വിക്ടിം ഒരു പ്രത്യേക മുറിയിലായിരിക്കും ഇരിക്കുന്നത്. അയാളെ കാണാൻ കഴിയില്ല. പക്ഷേ മുറിയിൽ നിന്നും കറണ്ട് അടിക്കുന്ന ശബ്ദവും വിക്ടിം ഉറക്കെ കരയുന്നതും കേൾക്കാം. ഇവിടെ ചോദ്യങ്ങൾ വോളണ്ടിയർക്ക് നൽകുന്ന എക്സ്പെരിമെന്ററും ഷോക്ക് അടിക്കപ്പെടുന്ന വിക്ടിമും അഭിനേതാക്കളായിരിക്കും. എന്നാൽ ചോദ്യം ചോദിക്കുന്ന വോളണ്ടിയർ, ഷോക്ക് അടുപ്പിക്കുന്ന വോളണ്ടിയർ കാര്യങ്ങളൊന്നും അറിയാതെ പരീക്ഷിക്കപ്പെടുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തി കൂട്ടുവാനുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് എന്ന പേരിലാണ് പല കോളേജുകളിലും ഈ ഒരു പരീക്ഷണത്തെക്കുറിച്ച് പരസ്യം പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷണത്തിനായി ഒരുപാട് പേരാണ് വന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർ എങ്കിൽ തെറ്റുത്തരം പറഞ്ഞ ഒരാളെ നിങ്ങൾ ഷോക്ക് അടിപ്പിക്കും, അതും 450 വോൾട്ട്. അങ്ങനെ പരീക്ഷണം ആരംഭിച്ചു. ചെറിയ ചെറിയ തെറ്റുത്തരങ്ങൾക്ക് വോളണ്ടിയർ ചെറിയ രീതിയിലുള്ള ഷോക്ക് കൊടുത്തു തുടങ്ങി. പക്ഷേ ഷോക്ക് അങ്ങനെ കൊടുത്താൽ പോരാ, നന്നായി തന്നെ കൊടുക്കണമെന്ന രീതിയിൽ എക്സ്പെരിമെന്റ് നിർബന്ധിച്ചു. തുടക്കത്തിൽ ചെറിയ രീതിയിലാണ് നിർബന്ധിച്ചത് എങ്കിൽ പിന്നീട് അത് ഭീഷണിയായി മാറി. ഓരോ തെറ്റുത്തരങ്ങൾക്കും കറണ്ട് അടിക്കുന്ന ശബ്ദവും ഉറക്കെ കരയുന്ന വിക്ടിമിന്റെ ശബ്ദവും വോളണ്ടിയർമാരെ മാനസികമായി മാറ്റുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. പരീക്ഷണാടിസ്ഥാനത്തിൽ മിൽഗ്രാം മനസ്സിലാക്കിയത് 100% പേരും വിക്ടിമിന് നൽകിയത് 300 വോൾട്ടിൽ കൂടുതലായിരുന്നു. അതിൽ 65% പേരും നൽകിയത് 450 വോൾട്ടും. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അതും നൽകിയേനെ എന്നും പഠനങ്ങൾ പറയുന്നു. അതായത്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രവൃത്തി മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുമെന്ന ഭയം പോലും അവരിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഈ പരീക്ഷണം നിഷ്കളങ്കരായ മനുഷ്യരെ പോലും ക്രൂരന്മാരാക്കി മാറ്റുന്നു എന്ന ആരോപണത്തോടു കൂടിയാണ് പരീക്ഷണം നിർത്തലാക്കുന്നത്. അതിനും ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് സിംബാഡോ ഒരു പരീക്ഷണത്തിന്റെ ചരടുവലി ആരംഭിക്കുന്നത്. അതിലൂടെ മനസ്സിലാവുന്നത് ആർക്കും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. 1971 നടന്ന സ്റ്റാൻഫോർഡ് എക്സ്പെരിമെന്റ് ആണ് ബിഗ് ബ്രദർ എന്ന റിയാലിറ്റി ഷോയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് ഒരുപാട് പേർ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. 24ഓളം യുവാക്കളെ, കോളേജിൽ പഠിക്കുന്ന 24ഓളം യുവാക്കളെയാണ് ഈ ഒരു പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്.
ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരീക്ഷണം പക്ഷേ 6 ദിവസങ്ങൾ കൊണ്ട് പൂട്ടിക്കെട്ടേണ്ടി വന്നു. അതിന് കാരണം ആ യുവാക്കളിൽ ചിലർക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു മാനസിക പ്രശ്നത്തിന് കാരണമായത്? എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനൊരു പരീക്ഷണം നടന്നത്? പരീക്ഷണത്തിനായി പല കോളേജുകളിലും പരസ്യം നൽകിയിരുന്നു. അതിനായി 70ഓളം യുവാക്കളും തയ്യാറായി. അതിൽ നിന്നും 24 പേരെയാണ് സിംബാഡോയും സംഘവും തിരഞ്ഞെടുത്തത്. ആ 24 പേർക്കും ഒരു ദിവസം $15 വെച്ചായിരുന്നു ഇനാമായി നൽകിയിരുന്നത്. ഈ 24 പേരിൽ 12 പേരെ ഗാർഡുകളായും 12 പേരെ ജയിൽ പുള്ളികളായും വേർതിരിച്ചു. അവരെ പാർപ്പിച്ചിരുന്നത് വ്യത്യസ്തമായ ഒരു സ്ഥലത്തായിരുന്നു. ഒരാൾക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാനാവാത്ത സ്റ്റാൻഫോർഡിലെ തന്നെ ഒരു വലിയ കെട്ടിടത്തിന്റെ താഴെയുള്ള ഇരുണ്ട ബേസ്മെന്റിൽ. ആ 24 പേർക്കും അറിയില്ലായിരുന്നു അവർ പരീക്ഷിക്കപ്പെടുകയായിരുന്നു എന്നും അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നും. ആർക്കും പേരുകൾ ഉണ്ടായിരുന്നില്ല. ജയിൽ പുള്ളികളെ പോലെ നമ്പറുകളായിരുന്നു. ജയിൽ പുള്ളികൾക്ക് ജയിൽ വസ്ത്രങ്ങളും ഗാർഡുകൾക്ക് പോലീസ് വസ്ത്രങ്ങളുമായിരുന്നു നൽകിയത്. ആ 24 പേരിൽ ജയിൽ പുള്ളികളായി തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ പൊതുസമൂഹത്തിൽ നിന്നും കുറ്റവാളികൾ എന്ന പേരിൽ തട്ടിക്കൊണ്ടുപോരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 12 പേർക്കും തങ്ങൾ പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്നതിനേക്കാൾ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ യഥാർത്ഥ ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലായത്. ഗാർഡുകൾക്കും അതൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. അവരെ ആരോ നിർബന്ധിച്ച് എവിടെയോ ഗാർഡിന്റെ ജോലി ചെയ്യിപ്പിക്കുകയാണ് എന്നാണ് അവരും കരുതിയത്. ജയിൽ പുള്ളികളുടെ ഫിംഗർ പ്രിന്റ് എടുത്തു വെച്ചു, ഫോട്ടോകൾ എടുത്തു വെച്ചു, വസ്ത്രങ്ങൾ മാറ്റിവെച്ചു. ഗാർഡുകൾക്കും ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒരിക്കലും ജയിൽ പുള്ളികളെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല. ഇനി അവരെ മാനസികമായി ഉപദ്രവിക്കുകയാണ് എങ്കിൽ തന്നെ അതൊരു മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കാനും പാടില്ല എന്ന്. ഇവരോടൊപ്പം സൂപ്പർവൈസറായി, ഗാർഡുകളുടെ സൂപ്പർവൈസറായി മറ്റൊരാൾ കൂടി ജോലി ചെയ്തിരുന്നു. പരീക്ഷണങ്ങളുടെ എല്ലാം തലതൊട്ടപ്പനായിരുന്ന ഫിലിപ്പ് സിംബാഡോ. സിംബാഡോയോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജയിലിൽ പല റോളുകളും ഉണ്ടായിരുന്നു. അവരെല്ലാം അത് അഭിനയിച്ച് തകർക്കുകയും ചെയ്തു. ജയിൽ പുള്ളികൾക്ക് വീട്ടിലേക്ക് കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതുപോലെ തന്നെ ഗാർഡുകൾക്ക് ചെറിയ രീതിയിൽ അവരെ ഉപദ്രവിക്കാനുള്ള അധികാരവും. 14 ദിവസം നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ഈ ഒരു പരീക്ഷണം വെറും 6 ദിവസം കൊണ്ടാണ് നിർത്തലാക്കപ്പെട്ടത്. അതിന് കാരണം ആദ്യത്തെ ദിവസം തന്നെ ഗാർഡുകളിൽ ഒരാൾ ഒരു ജയിൽ പുള്ളിയെ തന്റെ ലാത്തി കൊണ്ട് തല്ലി എന്നതാണ്. എന്നാൽ പിറ്റേ ദിവസം ഗാർഡുകൾക്കെതിരെ ജയിൽ പുള്ളികളിൽ ചിലർ പ്രതികരിച്ചു തുടങ്ങി. ഈ പ്രതികരണം പരീക്ഷണത്തെ ബാധിച്ചു എന്നതുകൊണ്ട് തന്നെ ജയിൽ പുള്ളികളുടെ കിടക്കകളെല്ലാം മാറ്റപ്പെട്ടു. ശാരീരികമായ ശിക്ഷകൾ മാത്രമല്ല, സ്ലീപ്പ് ഡെപ്രീവേഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് ഓരോ ജയിൽ പുള്ളികളെയും എത്തിച്ചതായും പറയപ്പെടുന്നു. 6-ാം ദിവസം പരീക്ഷണം നിർത്തലാക്കുകയായിരുന്നു. അതിന് കാരണം പവർ അബ്യൂസ്, അതായത് ഗാർഡുകൾക്ക് നൽകപ്പെട്ടിരുന്ന അധികാരം അവർ ദുർവിനിയോഗം ചെയ്തു. 6-ാം ദിവസം 8612 നമ്പർ ജയിൽ പുള്ളി സെല്ലിലിരുന്ന് ഉറക്ക കരയുകയായിരുന്നു. അയാൾക്ക് ചില മാനസിക വിഭ്രാന്തിയും കാണപ്പെട്ടു. അയാൾ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തുറന്നു വിടുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. സിംബാഡോയുടെ കാമുകി ഒരിക്കൽ പരീക്ഷണത്തെക്കുറിച്ച് അറിയാൻ ചില കാഴ്ചകൾ കാണാൻ വേണ്ടി പരീക്ഷണശാലയിലേക്ക് വന്നിരുന്നു. എന്നാൽ അവിടെ അവർ കണ്ട കാഴ്ചകൾ അവരെ മാനസികമായി തളർത്തിയതായാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണം അവിടെ വച്ച് നിർത്താൻ അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രണയം വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, അധികാരത്തിന് ഏതൊരു മനുഷ്യനെയും ക്രൂരനാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതോടൊപ്പം മെൽഗ്രാം എക്സ്പെരിമെന്റ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികാരത്തിലൂടെ ഭ്രാന്ത് വന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ക്രൂരനാക്കി മാറ്റാനും സാധിക്കും എന്നാണ്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും ആദ്യം വന്നത് ബിഗ് ബോസ് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ സീസൺ, അതായത് ജയിൽ പുള്ളികളെ പോലെ വസ്ത്രങ്ങൾ തടഞ്ഞു വെച്ച്, പ്രത്യേക വസ്ത്രങ്ങൾ മാത്രം നൽകി, ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും തടഞ്ഞു വെച്ച് മത്സരാർത്ഥികളിൽ നിന്നും ഗാർഡുകളെയും ജയിൽ പുള്ളികളെയും തിരഞ്ഞെടുത്ത് വേർതിരിക്കുന്നു. നമുക്കറിയാം ബിഗ് ബോസ് എന്നത് വെറും ഒരു റിയാലിറ്റി ഷോ ആണ് എന്ന്. എന്നാൽ അതിന് പിന്നിൽ ഇങ്ങനെയും ചില സൈക്കോളജിക്കൽ പഠനങ്ങളുണ്ട് എന്നറിയണം. പലപ്പോഴും അവിടെയുള്ള പലരും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിന്നിൽ
അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന പലതും നമ്മൾ പൂർണ്ണമായും അറിയുന്നില്ല എന്ന് സാരം. ഒരുപക്ഷെ മിൽഗ്രാം എക്സ്പെരിമെന്റിൽ പറയുന്നത് പോലെ ബിഗ് ബോസ് എന്ന ഷോ എക്സ്പെരിമെന്റർ ആണ് എങ്കിൽ, അതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് ഷോക്കടിക്കപ്പെടുന്ന വ്യക്തിമുകളെങ്കിൽ, പ്രോഗ്രാം കാണുന്ന നമ്മളല്ലേ പരീക്ഷിക്കപ്പെടുന്ന യഥാർത്ഥ വോളണ്ടിയേഴ്സ്? വെറുതെ ചിന്തിക്കാൻ മാത്രം. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ